നമസ്കാരം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആ പ്രധാനപ്പെട്ടതായ സന്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഓം നമഃശിവായ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. സ്പിരിച്വലി നിങ്ങൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായ ഒരു സമയം തന്നെയാണ് വന്നു ചേരാനായി പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ സംരക്ഷണ കവചം അല്ലെങ്കിൽ സംരക്ഷണം നിങ്ങൾക്ക് ബോധ്യമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരാനായി പോകുന്നത്. നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ നന്മയ്ക്കും ഒരു പ്രൊട്ടക്ഷൻ സംരക്ഷണം തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. എന്തും വരട്ടെ എന്ന് ചിന്തിച്ച് പുതിയ കാര്യം തുടങ്ങുവാൻ പോകുന്ന അല്ലെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം എനിക്ക് നേരിടുവാൻ സാധിക്കും, ഞാൻ വിശ്വസിക്കുന്നതായ ശക്തി എനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും, അത്തരത്തിൽ ഒരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ വന്ന് ചേരും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ വിജയിക്കും എന്ന വിശ്വാസം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായി കാണുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് മാറുകയും വിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് മാറുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വിശ്വാസം, ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ പ്രശ്നങ്ങൾ വഴിമാറിപ്പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുക, ദൃഢമായ ബന്ധം ഉണ്ടാവുക തുടങ്ങിയ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അനുകൂലമായ മാറ്റം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും ഒരു പരിവർത്തനത്തിലേക്ക്, ഒരു മാറ്റം അനിവാര്യമാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരുന്നില്ല എന്നത് വാസ്തവമാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പരിവർത്തനം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ഒരു മാറ്റത്തിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതായ സാഹചര്യം, എന്നാൽ അത് നിങ്ങൾക്ക് തന്നെ ഭൂഷണമല്ല എന്ന ചിന്ത നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്വയം മാറ്റണം എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുഭകരമായി ഭവിക്കും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നതായ സാഹചര്യവുമുണ്ട്. അപ്പോൾ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ചില കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പഠിക്കുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു സ്കില്ല് പഠിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരാം. അനാവശ്യമായ അല്ലെങ്കിൽ ഈഗോ പോലുള്ള കാര്യങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ നഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ചിന്തകൾ
നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. പറ്റില്ല എന്ന ചിന്ത നിങ്ങൾ മാറ്റേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം തന്നെയാകുന്നു. നിങ്ങളെ കൊണ്ടത് സാധിക്കും, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതായ ശക്തി എനിക്കൊപ്പം ഉള്ളതിനാൽ എനിക്കത് ചെയ്യുവാൻ സാധിക്കും എന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അപ്രകാരം നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഏത് കാര്യവും ഞാൻ എനിക്ക് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ എനിക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി എൻ്റെ നല്ലതിന് വേണ്ടി ചെയ്യും എന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചിന്താഗതികൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്ന വ്യക്തികളെയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾക്ക് പല തെറ്റുകളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് കാണുന്നു. അല്ലെങ്കിൽ അത്തരം തെറ്റുകളിലൂടെ മുന്നോട്ട് പോയ വ്യക്തികളാകാം നിങ്ങൾ. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത തെറ്റ്, അത്തരം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നിങ്ങൾ സമയം കളയരുത്. അല്ലെങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിൽ ഒരു സന്ദേശം തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. ചില കാര്യങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. അതായത് ഇത്തരം ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ മാത്രമാണ് സ്പിരിച്വലി നിങ്ങൾക്ക് ഒരു ഉയർച്ച വന്നു ചേരൂ എന്നും കാണുവാനായി സാധിക്കുന്നു. സ്വയം പല തിരിച്ചറിവുകളും നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. മറ്റുള്ളവരുടെ ആശയങ്ങൾ നിങ്ങളുടെ ആശയങ്ങളുമായി കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിതത്തിൽ വിജയങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ആവശ്യമായ അറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. കഠിനാധ്വാനം ആവശ്യമായി മാറുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. വേദനകളിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെയും തീർച്ചയായും ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതായത് മനസ്സിനെ ബാധിച്ചിരിക്കുന്നതായ ആ വേദന അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന അവസരം തന്നെ വന്നു ചേരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്നു. ഭയപ്പെടരുത്. ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. മറ്റുള്ളവ നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണ്ടതാകുന്നു. പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ അതിൽ ഏതാണ് ശരി എന്ന് തിരിച്ചറിയുവാൻ പലരും പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ തീർത്തും വ്യത്യസ്തർ തന്നെയാണ്. നിങ്ങൾക്കതിന് സാധിക്കും. അതിനുള്ള അവസരം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നുള്ളതാണ്. ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരും. സ്വന്തം ഇമോഷൻ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. മുന്നോട്ട് പോയാലുള്ള ഒരു വഴിവിളക്ക്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനുള്ള ചില അവസരങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഒരു ഊർജമായി നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. മുന്നോട്ട് തന്നെ പോകണം എന്ന തീരുമാനം എടുക്കുവാൻ നിങ്ങൾ തീർച്ചയായും മടിക്കരുത് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായതും ശുഭകരവുമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പുതിയ സാധ്യതകൾ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സാധ്യതകൾ, പുതു സാധ്യതകൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. വിചാരിക്കുന്നതിലും അപ്പുറം ഒരു മാറ്റം, സന്തോഷം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക എന്നുള്ളതാണ്. കലഹ സാധ്യതകളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ നിങ്ങളുടെ ചില കലഹം, അതായത് ചെറിയ കാര്യങ്ങളിൽ പോലും കലഹങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളാൽ ആ സൗഭാഗ്യം, അനുകൂലമായ ആ സാഹചര്യം നിങ്ങൾക്ക് നഷ്ടമാകുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്.
പലരും മത്സരിക്കാൻ വന്നു എന്ന് വരാം. എന്നാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കഴിവതും നിങ്ങൾ സൈലൻ്റായി തന്നെ നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സംസാരങ്ങൾ വരുമ്പോൾ പ്രധാനമായും ആ സംസാരം കാട് കയറാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായി സംസാരിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സന്തോഷത്തോടെ തന്നെ എപ്പോഴും ഇരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് കൂടുതൽ ദോഷകരമായ കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ചിന്തകൾ കടന്നു വരാം എന്നുള്ളതാണ്. ആ ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറവുകളുണ്ട് എന്നത് വാസ്തവമാണ്. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല എന്നതും വാസ്തവമാണ്. അതിനാൽ നിങ്ങളുടെ കുറവ് അതൊരിക്കലും നിങ്ങളുടെ വിഷമത്തിന് കാരണമായി തീരാൻ പാടുള്ളതല്ല. കുറേ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഉത്തമമാണ്. അതായത് ചില കാര്യങ്ങൾ സാധിക്കില്ല, അല്ലെങ്കിൽ ചില കുറവുകൾ നിങ്ങൾക്കുണ്ടാകാം. ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ആ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ മനസ്സിലാക്കി അവയിലൂടെ മുന്നേറാൻ ശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. മനസ്സിൽ നഷ്ടബോധം ഇല്ലാതെ തന്നെ നിങ്ങൾ മുന്നേറേണ്ടത് അനിവാര്യമാണ്. പ്രണയത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അത്തരം ചില പ്രണയ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അവരുമായി കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതുമാണ്. ഏവരോടും ഒരു ബഹുമാനം, സ്നേഹം തോന്നാവുന്നതായ സാഹചര്യം നിങ്ങളിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഉപദ്രവിച്ചവരോടും വിഷമിപ്പിച്ചവരോട് പോലും സ്നേഹം തോന്നുന്നതായ സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ഉള്ളത്. നിങ്ങൾ പലർക്കും ഒരു സമാധാനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ്. സ്നേഹത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. കർമ്മബാലം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ടുള്ളതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മഫലം നിങ്ങൾ അനുഭവിക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന കാര്യവും വിസ്മരിക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നൽകിയ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് പോലും ഓർക്കുവാൻ താല്പര്യപ്പെടാത്ത നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുടെ ഒരു അവസാനത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ ചില ടോക്സിക്കായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ അവസാനം അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ വളരെ വേദനാജനകമായ സാഹചര്യങ്ങൾ കടന്നുപോയി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അത്തരം ദുഃഖത്തിന് ഒരു അവസാനം സംഭവിക്കുന്നു എന്നും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെയാണ്. അത് ബോധ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ പരാമർശിച്ചിരിക്കുന്നതായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നൽകിയിരിക്കുന്നതായ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിച്ച് നിങ്ങളത് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സന്ദേശം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്.